ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടുത്തെ വിശേഷം കണ്ടോ? ദേ ഹാങ്ങിങ് ബോട്ടിൽ വെച്ചിരുന്ന എപ്പീഷ്യ ആകെ കരിഞ്ഞുണങ്ങി വൃത്തികേടായിട്ടായിരിക്കുന്നത്. വാതിക്കെ തന്നെയാണ് തൂക്കിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് റിപ്പോർട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാ. ഇന്നേതായാലും മഴയൊന്നുമില്ല, നല്ല വെയിലുമുണ്ട്. എന്നാൽ പിന്നെ ഇങ്ങനത്തെ പരിപാടികളായിരിക്കും കുറച്ചുകൂടെ നല്ലത് അല്ലേ? അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു കസേര പിടിച്ചിട്ട് ഞാൻ തന്നെ പിടച്ച് കയറിയിട്ടാ. മുകളിൽ തൂങ്ങിക്കിടക്കണ ഹാങ്ങിങ് ബോട്ടിനെ താഴേക്ക് ഇറക്കി കസേരയിൽ ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും അതിൽ നിന്ന് റിമൂവ് ചെയ്തേ. ചെടിയും പോട്ടിംഗ് മിക്സും എല്ലാം മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ കല്ലിട്ട് കൊടുത്തിട്ട് പുതിയൊരു പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കുവാണേ. ആദ്യം കല്ലിട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഈ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കുന്നത്. മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും ചേർന്നതാണ്. എന്നാലും ഞാൻ അതിൻ്റെ മീതെ കുറച്ചുകൂടി എൻ്റെ ഒരു ആശ്വാസത്തിന് ഇത്തിരിയും കൂടി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഞാൻ ചെയ്തത് നമ്മൾ റിമൂവ് ചെയ്ത ചെടിയുണ്ടല്ലോ, ആ ചെടിയിൽ നിന്ന് എല്ലാ ഉണങ്ങിയ ഇലകളും തണ്ടുകളും മാറ്റിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ട് മാത്രമാണ് വെക്കുന്നത്. നീളം കൂടിയ തണ്ടിൻ്റെ 2 കഷ്ണമായിട്ടാണ് കേട്ടോ നീളം കൂടിയ തണ്ട് വയ്ക്കുന്നത്. ഒരുവിധം ഫില്ലായിട്ട് തന്നെയാണ് ഞാൻ ഈ ചട്ടിയിൽ വെക്കുന്നത്. എങ്കിലേ നമ്മൾക്ക് വളർന്നു വരുമ്പം നല്ല ബുഷിയായിട്ട് ചട്ടിയുടെ ഉള്ളിലും അതുപോലെ ഹാങ് ചെയ്ത് വരുന്നതും കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. എപ്പീഷ്യ നടുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡ്രെയിനേജ് നല്ലതായിരിക്കണം. നന്നായിട്ട് വെള്ളം ഊർന്നു പോയി വെള്ളം കിടക്കാത്ത രീതിയിൽ ആണെങ്കിൽ മാത്രമേ എപ്പീഷ്യ ചീഞ്ഞു പോകാതെ നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ കേട്ടോ. നല്ല ബുഷിയായിട്ട് വന്ന് നിറച്ച് ഫ്ലവർ ഉണ്ടായി കഴിയുമ്പം നല്ല ഭംഗിയായിരിക്കും. ബ്രൗൺ കളറിലെ ലീഫിൻ്റെ ഇടയ്ക്ക് ഈ പിങ്ക് കളറിലെ പൂവുണ്ടായിരിക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ. ഞാനിത് പല സ്ഥലത്തും നല്ല ബുഷിയായിട്ട് പ്ലാന്റും അതുപോലെ ഫ്ലവറും നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതേപോലെ തന്നെ ഈ ചെടിയും വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ നട്ട് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ വാർന്നു കഴിഞ്ഞപ്പം ചട്ടി ഒന്ന് തുടച്ചു കൊടുത്തിട്ട് ഞാനത് പഴയതുപോലെ തന്നെ ഹാങ് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏതായാലും മുകളിൽ പിടച്ച് കയറിയതല്ലേ, ഈ തള്ള എന്താ എന്നെ നോക്കാണ്ട് പോണേന്ന് ഓർക്കിഡ് വിചാരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഓർക്കിഡിൻ്റെ ചട്ടിയും കൂടി ഒന്ന് തൊട്ട് തലോടി പിടിച്ച് നോക്കിയൊക്കെ അതും കൂടി ഒന്ന് തൃപ്തി വരുത്തിയിട്ട് ഞാൻ അടുത്ത പ്ലാന്റിലേക്ക് കടന്നിട്ടാ. നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച എപ്പീഷ്യയും കൂടി ഒന്ന് തൊട്ട് തലോടിയിട്ടാണ് ഞാൻ താഴോട്ടിറങ്ങിയത്.